പോത്തുംകുട്ടികളൊക്കെ എല്ലാവരും വാങ്ങിച്ചോ? വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത് കൈത്തീറ്റ എടുക്കുന്നില്ല. കൈത്തീറ്റ എടുത്ത പോത്തിന് ഏത് കൈത്തീറ്റ കൊടുക്കണം, എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ പോത്തിനെ തടി വെപ്പിക്കുക, എന്താണ് മാർഗങ്ങൾ? ആ ഒരു കണക്കിലൊക്കെ വെത്തി നിൽക്കുമ്പോൾ നമുക്കുള്ളൊരു സംശയമാണ്, കോഴിത്തീറ്റ എങ്ങനെയാണ് പോത്തിന് കൊടുത്തു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും കോഴിത്തീറ്റ കൊടുക്കുന്നവരുണ്ട്, കൊടുത്തവർ പണി കിട്ടിയവരുണ്ട്, അല്ലെ അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടെ. ഒത്തിരി ആളുകൾ എനിക്ക് ഇപ്പോഴും പോത്തിനെ എന്താ പറയുക, സീസൺ അതായത് വലിയ പെരുന്നാളിന് മുമ്പ് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് കോഴിത്തീറ്റ കൊടുത്ത് റിസൾട്ട് കിട്ടിയവരുണ്ട്, അതുപോലെ തന്നെ റിസൾട്ടിൽ നിന്ന് ബാക്കിലേക്ക് പോയവരുണ്ട്. കോഴിത്തീറ്റ കൊടുക്കാനായിട്ട് ഒത്തിരി ആളുകൾ എന്നോട് സമീപിച്ച്, ചേട്ടാ ഇതിന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, കൊടുത്ത് നോക്കട്ടെ, ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞിട്ട് വേണം അവർക്കത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇരിക്കും ഞാനും ഒന്ന് ട്രയൽ അടിച്ചു കേട്ടോ ഈ സംഭവം. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കോഴിത്തീറ്റ കൊടുത്തവരും കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയവരും, അതുപോലെ തന്നെ അതിൻ്റെ ബാഡ് വശം അതായത് പൊട്ട വശം എന്താണെന്നുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയാനായിരുന്നു. ഞാനൊരു മാസം കറക്റ്റായിട്ട് ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിലധികം ഒരു പോത്തിനെ കൊടുത്തു. പക്ഷെ പോത്തിന് മാറ്റം ഉണ്ടായി. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ശുഭമായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു നല്ലതായിട്ട് തോന്നിയില്ല. വേറെ വശങ്ങളും ദോഷവശങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും നമ്മൾ ലാസ്റ്റ് ടൈമിലൊക്കെ എത്തുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, തീറ്റെടുക്കാൻ പാട്, അങ്ങനെയൊക്കെ തോന്നിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾ കൊടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഹലോ, നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പോത്തിന് എത്രത്തോളം എഫക്റ്റീവാണ്, അതായത് കോഴിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് എത്ര കണ്ട് വളരും, നല്ലതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ കഷ്ടി 2 ആഴ്ചയായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. അതിനുള്ള 1-2 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാരണം നമുക്ക് പോത്ത് പുതിയത് എടുത്തു, പാടത്ത് വെള്ളം കയറിയപ്പോൾ ഇവന് പുല്ല് സംഘടിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു കാലത്തൊരു പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ പാടത്ത് വെള്ളം കയറലും ഇറങ്ങലാകുമ്പോൾ പൂപ്പലടിക്കുമ്പോൾ അവൻ പുല്ല് തൊടുന്നില്ല, വലിയവൻ പുല്ല് തൊടുന്നില്ല, ചെറുത് തിന്നുന്നുണ്ട്. അപ്പോൾ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കണം, നല്ല ക്ലിയർ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. ഈ പൂപ്പലടിച്ചിട്ടുള്ള പുല്ല് അവൻ തിന്നാൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ തീറ്റപ്പുല്ല് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് അടുത്ത കൊല്ലത്തേക്ക് തീറ്റപ്പുല്ല് കുറച്ച് കിട്ടിയാലാണ് നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. അപ്പോൾ കാലത്ത് കുറച്ച് കൈത്തീറ്റ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഒത്തിരി ആളുകൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോഴിത്തീറ്റ. കോഴിത്തീറ്റ മെയിനായിട്ട് സ്റ്റാർട്ടർ, ഫിനിഷർ, അങ്ങനെ 2 സാധനങ്ങളാണുള്ളത്. അതിൽ സ്റ്റാർട്ടറും കൊടുക്കുന്നവരുണ്ട്, ഫിനിഷറും കൊടുക്കുന്നവരുണ്ട്. ഫിനിഷറും സ്റ്റാർട്ടറും ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില 1-2 ഡോക്ടർമാർ സ്റ്റാർട്ടറിലാണ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ഫിനിഷറും കൂടുതലായിട്ട് കർഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ സാധനം ഒന്ന് ട്രയൽ അടിച്ച് നോക്കി കേട്ടോ, കഷ്ടി ഒരു 2-3-4 ആഴ്ച അടുപ്പിച്ച് ഒരു പോത്തിനെ മാത്രം ആക്കിയിട്ട്. പക്ഷേ എനിക്ക് അത്രയും കൂടെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട് കുറവുണ്ടെന്നല്ല, പക്ഷേ നമുക്കൊരു മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക് പോത്ത് എടുത്തിരുന്ന തീറ്റ എടുക്കുന്നതിൽ മാറ്റം വരിക, പോത്തിന് തീറ്റയോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുക, ഒരു മരവിപ്പ് മാതിരി. അതായത് ഒരു തീറ്റ അത്ര അങ്ങോട്ടൊരു ദഹനം ശരിയാവും, ദഹനക്കേടൊന്നും അല്ല കേട്ടോ, പക്ഷെ തീറ്റയോടൊരു താല്പര്യമില്ലായ്മ തോന്നിക്കുന്ന മാതിരി എനിക്ക് തോന്നിച്ചു. കൂടുതലും ഈ കോഴിത്തീറ്റ ഇപ്പോൾ ഒത്തിരി വലിയ വലിയ മരുന്ന് കമ്പനികളുടെ റെപ്പന്മാരായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചാർജിൽ ആളുകളായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പരമാവധി കോഴിത്തീറ്റ ഒഴിവാക്കാൻ തന്നെയാണ് പറഞ്ഞിട്ട്. അതാരും പിന്നെ ഒത്തിരി നല്ല അറിവുള്ള കർഷകരും ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയുന്ന കർഷകരും പറയുന്നത് കോഴിത്തീറ്റ ഒഴിവാക്കാൻ തന്നെയാണ്. അതായത് അത് പോത്തിൻ്റെ ഘടനയായിട്ട്, അതിൻ്റെ ശരീരഘടന, അതിൻ്റെ ആ ഒരു സംഭവമായിട്ട് ഒട്ടും മാച്ച് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോഴിത്തീറ്റയ്ക്ക് ഏകദേശം 1700-നും 2000-നും ഇടയിൽ, അല്ലെങ്കിൽ 1700-നും 1800-നൊക്കെ ഇടയിൽ വില വരുന്നുണ്ട്. ഏകദേശം എങ്ങനെ പോയാലും ഒരു 35 രൂപ തൊട്ട് 40 രൂപ വരെ ലൂസ് വാങ്ങിക്കുമ്പോൾ ഈ സാധനത്തിന് സ്റ്റാർട്ടറായാലും ഫിനിഷറായാലും വില വരുന്നുണ്ട്. അതിന് മാത്രമുള്ളൊരു ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനം നമ്മൾ ഒരിക്കലും 1 കിലോനൊന്നും അല്ലെങ്കിൽ ഒരു 1/2 കിലോനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചടങ്ങ്. അത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ ഒപ്പം വല്ല ചോറ് കൊടുക്കേണ്ടി വരും, തവിട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പിണ്ണാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയറ് നിറയുന്ന ഒരു സംഭവമല്ല. കൂടുതലും ഈ സാധനം ഉപയോഗിക്കുക വേനൽക്കാലത്താണ് കേട്ടോ. വേനൽക്കാലത്ത് പോത്ത് കൊടുക്കുന്നതിന് 2-3-4 മാസം മുന്നാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് തീറ്റ വയറ് നിറയ്ക്കാന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റ കൊണ്ട് മാത്രം നിറക്കില്ല, അല്ലെങ്കിൽ അളവ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി ആകുമ്പോൾ കാശും കൂടും. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുക,
തവിട് ചോറ്, തവിട് എന്ന് പറയുമ്പോൾ ഗോതമ്പ് തവിട്, ചോളത്തവിട്, അവിൽ തവിട്, നെല്ലിൻ തവിട്, സോയത്തവിട്, ഉഴുന്ന് തവിട്, ഇതിലേതെങ്കിലുമൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക ചോളത്തവിടും ഗോതമ്പ് തവിടായിരിക്കും, അല്ലെങ്കിൽ അവിൽ തവിടൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി മാറ്റം വന്ന ആളുകൾ ചെയ്യുക പരുത്തിപ്പിണ്ണാക്കും കുറച്ച് തവിടും ചോറും കൂടി. കുറച്ചും കൂടി ക്യാഷ് മുടക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുന്നത് അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ചോളത്തോടും അല്ലെങ്കിൽ ഏതെങ്കിലും തവിടും കുറച്ച് പരുത്തിപ്പിണ്ണാക്കും കുറച്ച് ചോറും കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും. ഇതിൽ ഈ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ മാറ്റമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള തീറ്റകളിൽ ഈ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഒരു ഗുണമൊന്നും നമ്മൾ ചെറിയൊരു അളവിൽ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമൊന്നും വേറൊരു തീറ്റയ്ക്കും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കോഴിത്തീറ്റ കൊടുത്ത് ഒരിക്കലും പോത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബ്രോയിലർ കോഴി വളരുന്ന മാതിരി 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് അത് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് അത്രയ്ക്ക് അങ്ങോട്ട്, പക്ഷേ ക്ഷീണം മാറിയ പോത്ത്, നല്ല വൃത്തിയുള്ള പോത്ത്, നല്ല വൃത്തി മീൻസ് നല്ല ആരോഗ്യം അല്ലെങ്കിൽ നല്ല തടി വയ്ക്കാൻ സാധ്യതയുള്ള പോത്തുവിന് 2-3-4 ഇപ്പോൾ 2 തവണ കൈത്തീറ്റ കൊടുക്കുക, 3 തവണ കൈത്തീറ്റ കൊടുക്കുക, അതിലൊക്കെ കൊടുക്കുമ്പോൾ 1.5 മാസം കൊണ്ട് മാറ്റം വരും. പക്ഷേ ഈ കൈത്തീറ്റ കൊടുക്കുന്ന ഈ സംഭവം നമ്മളിപ്പോൾ 1 തവണ 2 തവണയൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് 50 രൂപ 80 രൂപ 100 രൂപ 120 രൂപയൊക്കെ ഒരു ദിവസം ചിലവ് വരും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ചെറിയൊരു അളവിൽ കൈത്തീറ്റകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു 3-4 മാസം എടുത്തിട്ട് പോത്തിന് തടി വെപ്പിക്കുക. കൂടുതൽ നോർമലായിട്ടുള്ള കേസ് പറയാൻ കേട്ടോ. അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തടി വെപ്പിക്കുന്നവർ എങ്ങനെയാണെന്ന് അതേമാതിരി കായത്തുണ്ടോ കായത്തണ്ടോ അല്ലെങ്കിൽ നല്ലമാതിരി വെള്ളം കയറി എടുക്കുന്ന സ്ഥലങ്ങളിൽ, പുല്ലുള്ള സ്ഥലങ്ങളിൽ, വേനൽക്കാലത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കയറി ആ സ്ഥലം അതിനെ സംബന്ധിച്ച് നല്ലൊരു വലിയ ഫ്രെയിം എടുത്ത് കൈത്തീറ്റ കൊടുക്കാതെയും പോത്തിനെ തടി വെപ്പിക്കുന്നവരുണ്ട് കേട്ടോ. ചെറിയ അളവിൽ ചോറും തവിടൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവിട്, പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ്, ഫീഡിങ് സപ്ലിമെൻറ്റ്സ്, ഇതൊക്കെ കൊടുത്ത് തടി വയ്ക്കുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് കോഴിത്തീറ്റ കൊടുത്ത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തവർക്ക് റിസൾട്ട് കിട്ടിയവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 3-4 ആഴ്ച അടുപ്പിച്ച് കൊടുത്തു നോക്കി. അതുപോലെ തന്നെ ആ എടുത്തിരുന്ന തീറ്റയുടെ, അതായത് ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മളിപ്പോൾ ഒരു 1-1.5-2 മാസം അല്ലെങ്കിൽ ഒരു മാസം മുന്നൊക്കെ കൈത്തീറ്റ എടുക്കുന്നതിൽ കുറവ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത് ക്ഷീണിക്കാൻ തുടങ്ങും. നമ്മൾ കൂടുതലും ആ ഒരു 3-4 മാസമാണ് ഫോക്കസ് ചെയ്യുക. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിർത്തി കൈത്തീറ്റ കൊടുത്ത് പച്ചപ്പിലിട്ട് കൊടുത്ത് അങ്ങോട്ട് വൃത്തിയിലാക്കുക പോത്തിനെ. അപ്പം അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ കോഴിത്തീറ്റയൊക്കെ ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിർത്തി തിന്നാൻ കൊടുക്കുന്ന പോത്തിന് അത് അതിനെ മൊത്തത്തിൽ അതിനൊരു മരവിപ്പ് പിടിച്ച മാതിരി ആവുന്ന ഒരു കണ്ടീഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയങ്ങളിൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ തീറ്റ എടുക്കാതെ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പെട്ടെന്ന്, അതായത് പോത്തുംകുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് എടുത്ത സമയത്ത് എടുത്തു, നമ്മൾ പോത്തിനെ എടുത്തു, ജൂൺ ജൂലൈ മാസങ്ങളിൽ എടുത്ത് ഒരു സെപ്റ്റംബറോട് കൂടി കൈത്തീറ്റ എടുത്ത് തുടങ്ങി ഒരു 2 ആഴ്ച സെപ്റ്റംബറിൽ കൈത്തീറ്റ എടുത്തില്ലെങ്കിൽ തന്നെ പോത്തൊന്ന് ചുങ്ങും. ആ സമയത്ത് അങ്ങനെയുള്ള പോത്ത് വലിപ്പം വന്ന സമയത്ത് കൊടുക്കാൻ 1 മാസം മുന്നേ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൈത്തീറ്റ എടുത്തില്ലെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ ആരും കോഴിത്തീറ്റമേ റിസൾട്ട് കിട്ടിയവരുണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കിട്ടിയവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അത്ര അങ്ങോട്ടുള്ളൊരു നല്ലൊരു റിസൾട്ടുള്ള ഒരു തീറ്റയായിട്ട് എനിക്ക് തോന്നിയില്ല. കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് റിസൾട്ട്, കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇടുക. സ്റ്റാർട്ടർ ഉണ്ട്, ഫിനിഷർ ഉണ്ട്. ഞാൻ രണ്ടും കൊടുത്തിരുന്നു കേട്ടോ. സ്റ്റാർട്ടറും ഫിനിഷറും മാറി മാറി കൊടുത്തു നോക്കി. മാറ്റം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ അതിൻ്റെ ശരീരത്തിൽ വേറെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ തടിയിൽ പിടിക്കുന്നുണ്ടെങ്കിലും 1 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന തീറ്റകൾ, അതായത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ വട്ടയം നിറച്ച് തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ എടുക്കാനൊരു പാട് കാണിക്കുന്ന ഒരവസ്ഥയെ, തീറ്റ വേണ്ടാത്തൊരവസ്ഥ. പിന്നെ നമ്മൾ ആ പോത്തിന് ലിവർ ടോണിക്കും ഫീഡപ്പീസ്റ്റും ഫീഡിങ് സപ്ലിമെൻ്റൊക്കെ കൊടുത്ത് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞു. തീറ്റ എടുക്കാണ്ട് 2 ആഴ്ച കൂടി കഴിഞ്ഞു. അങ്ങനെ ഒരു മാസം ആ പോത്തിന് അതിൻ്റെ തീറ്റ ഒന്ന് പിടിച്ച് കിട്ടാൻ, വീണ്ടും പണ്ടത്തെ സ്ഥിതിയിലേക്ക് ആയി കിട്ടാൻ ഒരു പോത്തിന് മാത്രം സമയം എടുത്തു. അപ്പോൾ ആരും കോഴിത്തീറ്റ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കറക്റ്റായിട്ട് 1 മാസം അത് കൊടുത്ത് പിന്നത്തെ ഒരു മാസത്തോളം എനിക്ക് ഒരെണ്ണത്തുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തീറ്റ നമ്മൾ വിചാരിച്ച മാതിരി വട്ടയം പിന്നെ നിറച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഒരു 3-4 ആഴ്ച കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ.